ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ അക്വേരിയസിന് വേണ്ടിയിട്ട് മന്ത്ലി ജൂലൈ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. ആൻഡ് ഇതിൽ നമ്മൾ നിങ്ങളുടെ കരിയർ ആൻഡ് റിലേഷൻഷിപ്പ് രണ്ടും നോക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോന് എൻഡ് വരെ നോക്കുക. എൻഡിലാണ് ഞാൻ ഈ മാസത്തിൻ്റെ ഔട്ട്കം റിവീൽ ചെയ്യാൻ പോണത്. അപ്പോൾ എൻഡ് വരെ നോക്കുക. ആൻഡ് ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുവരെ വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എൻ്റെ ഏതും മെസ്സേജ് മിസ് ഔട്ട് ചെയ്യില്ല. നിങ്ങൾക്ക് യൂട്യൂബിന് നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ നിങ്ങളുടെ മന്ത്ലി ഔട്ട്കം, ജൂലൈ മാസത്തിൻ്റെ ഔട്ട്കം എന്താണ്? ഈ കാർഡിലാണ് ഔട്ട്കം. നമ്മളിത് എൻഡിലാണ് നോക്കാൻ പോണത്. അപ്പോൾ 2 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി അക്വേരിയസ്. ഈ മാസം ഇതൊരു റിലേഷൻഷിപ്പ് കാർഡാണ്. ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ലവിൻ്റെ എനർജിയാണ് ഇത്. പക്ഷേ കരിയറിൽ ഇത് ബിസിനസ് പാർട്ട്ണർഷിപ്സിൻ്റെയും എനർജി ആവാം. ഇതൊരു കൊലാബറേഷൻ്റെ എനർജി ആവാം. നിങ്ങൾ ജോബിലാണെന്ന് വെച്ചാൽ മേ ബി നിങ്ങൾ അങ്ങനെ ഒരു കലീഗ് നിങ്ങളുടെ ഓഫീസിലുണ്ട്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യണ കുറേ ഒരു പാർട്ട്ണർഷിപ്പ് മാതിരി വർക്ക് ചെയ്യണ, കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യണ ടൈപ്പ് ഓഫ് പേഴ്സൺ, എപ്പോഴും ഹെൽപ്പ് ചെയ്യണ ടൈപ്പ് ഓഫ് പേഴ്സൺ, അങ്ങനത്തെ ഒരു പേഴ്സണെ മീറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇത് മോസ്റ്റ്ലി ഒരു ലവ് റിലേഷൻഷിപ്പിൻ്റെ കാർഡാണ്. അപ്പോൾ 2 ഓഫ് കപ്സ് ഞാൻ കാണുന്നത് നിങ്ങളുടെ ഫോക്കസ് ഈ മാസം റിലേഷൻഷിപ്പ് ആൻഡ് ലവിലാണ്. നമ്മൾക്കിത് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഈ 2 ഓഫ് കപ്സ് എന്താണ് ഇവിടെ? ഏസ് ഓഫ് വാൻഡ്സ്. അപ്പോൾ ഇതൊരു പാഷനറ്റ് ന്യൂ ബിഗിനിങ് ആണ്. കരിയറിൽ ഇത് ഒരു ക്രിയേറ്റീവ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. ഇല്ലച്ചാൽ ഇത് ഇമ്മീഡിയറ്റ്ലി ആക്ഷൻ എടുക്കുന്ന ടൈപ്പ് ഓഫ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. ഇൻട്രസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ട് ആൻഡ് നിങ്ങൾ വേഗം ആക്ഷൻ എടുക്കും ഈ ബിഗിനിങ്ങിൽ. പക്ഷേ ഇത് ഒരു പാഷൻ്റെ എനർജിയാണ് യൂഷ്വലി ഒരു ലവ് റിലേഷൻഷിപ്പിൽ. അപ്പോൾ എന്തോ ഒരു പുതിയ ബിഗിനിങ് ഉണ്ട് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ. പാസ്റ്റ് എനർജിയിലെ ലവേഴ്സ് ആണ്. ഇത് ആദ്യം ഒരു സോൾമേറ്റ് കണക്ഷൻ്റെ എനർജിയാണ്, ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ എനർജിയാണ്. ബിസിനസ്സിൽ ഇത് ഒരു പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം, ഇല്ലച്ചാൽ റിലേഷൻഷിപ്പിൽ ഇതൊരു മാരേജ്, ഇല്ലച്ചാൽ സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം. മേ ബി നിങ്ങൾ ഈ പേഴ്സണെ റീസെൻ്റ്ലി മീറ്റ് ചെയ്തു ആൻഡ് ഒരു ഇൻസ്റ്റൻറ്റ് കണക്ഷൻ ഉണ്ടായി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. ഓറൽസ് മേ ബി നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ് ആൻഡ് നിങ്ങളും ഈ പേഴ്സൻ്റെ ഇടയ്ക്ക് ഈ റിലേഷൻഷിപ്പ് കുറേ സ്ട്രോങ് ആയിരുന്നു. പക്ഷേ റീസെൻ്റ്ലി ഇവിടെ ഒരു തേർഡ് പാർട്ടി കാണുന്നുണ്ട്. അപ്പോൾ 5 ഓഫ് വാൻഡ്സ് ഈ റിലേഷൻഷിപ്പിൽ കുറേ വഴക്ക് തുടങ്ങി, കുറേ ഫൈറ്റ്സ് ഉണ്ടായി. ആൻഡ് മേ ബി ഇത് മുമ്പേ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷേ റീസെൻ്റ്ലി ഇത് കുറേ കൂടിപ്പോയി. നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് ഫൈറ്റ്സ് കൂടി, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് കുറേ കൂടുതൽ ഉണ്ടായി. ഇത് അഗൈൻ റിലേഷൻഷിപ്പിലാവാം, ഇല്ലച്ചാൽ ബിസിനസ് പാർട്ട്ണർഷിപ്പിലാവാം. ഒരു തേർഡ് പേഴ്സൺ ഈ റിലേഷൻഷിപ്പിനെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്, ഈ റിലേഷൻഷിപ്പിൽ ചേഞ്ചസ് കൊണ്ടുവരുത്തുന്നുണ്ട്. സൺ ആണ് നിങ്ങളുടെ കറണ്ട് എനർജി. സൺ യൂഷ്വലി ഒരു പോസിറ്റീവ് എനർജിയാണ്, ഹാപ്പിനെസ് അബണ്ടൻസിൻ്റെ എനർജിയാണ്. പക്ഷെ ചില കേസസിൽ ഇത് ക്ലാരിറ്റിയുടെ എനർജിയും ആവാം. അപ്പോൾ ഈ സൺ എന്താണ് ഇവിടെ? 9 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ മേ ബി ഈ റിലേഷൻഷിപ്പിനെ വിടാൻ ഡിസൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു സിംഗിൾ പേഴ്സൻ്റെ എനർജിയാണ്. പക്ഷെ ഫിനാൻഷ്യലി ഇതൊരു കുറേ പോസിറ്റീവ് കാർഡാണ്. കുറേ അബണ്ടൻസ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്, കുറേ പൈസ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്, കുറേ ഫിനാൻഷ്യൽ ലക്ഷറിയസ് ലൈഫ് വരുന്നുണ്ട്. അതാണ് ഞാൻ ജൂലൈ മാസത്തിൽ കാണുന്നത്. നിങ്ങളുടെ ലൈഫ് കുറേ ഒരു ഫിനാൻഷ്യലി അറ്റ്ലീസ്റ്റ് നല്ല സമയമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇൻഡിപെൻഡൻറ്റ് ആയിട്ട് വർക്ക് ചെയ്യണ ആൾക്കാർ നല്ലതായി സക്സസ്ഫുൾ ആവും. ആൻഡ് നിങ്ങളൊരു ബിസിനസ് പാർട്ട്ണർഷിപ്പിൽ മുമ്പേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു വെച്ചാൽ മേ ബി നിങ്ങൾ രണ്ടാളും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ്ലി എന്തെങ്കിലും തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ അത് സക്സസ്ഫുൾ ആവും. നിങ്ങളുടെ ഫ്യൂച്ചർ 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്.
അപ്പോൾ ഫ്യൂച്ചറിൽ ഞാനൊരു ഇംബാലൻസ് ആണ് കാണുന്നത്. മേ ബി നിങ്ങൾ കുറേ കാര്യങ്ങൾ ഒരുമിച്ച് കുറേ പ്രോജക്ട്സ് ഇല്ലാച്ചാൽ കുറേ ക്ലയൻറ്റ്സ് ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ നോക്കുന്നുണ്ടാവും. ഇല്ലാച്ചാൽ ഇതൊരു ലവ് റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ നിങ്ങളുടെ എനർജി ഇംബാലൻസ്ഡ് ആണ്, നിങ്ങൾ ഷുവർ അല്ല ഇപ്പോൾ ഫ്യൂച്ചറിൽ എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടതെന്ന്, അതുകൊണ്ട് ഇല്ല ഇംബാലൻസ് ആയിരിക്കാം. അതല്ല വെച്ചാൽ മേ ബി നിങ്ങളുടെ എനർജി കരിയറിലായിരിക്കും കുറേ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക, നല്ല ബിസി സമയമായിരിക്കും നിങ്ങൾക്ക്, ആൻഡ് അതുകൊണ്ട് ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ആവണ എനർജി ആവാം. 2 of Pentacles ഫ്യൂച്ചറിൽ എന്താണ്? വീൽ ഓഫ് ഫോർച്യൂൺ. അപ്പോൾ ഈ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിന് വിട്ടിട്ടാണ് മുമ്പോട്ട് പോകാൻ നോക്കണമെന്ന് വെച്ചാൽ യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ കുറച്ച് സമയം എടുക്കും, പക്ഷെ നിങ്ങളുടെ ലക്ക് ടേൺ ആവാൻ പോകുന്നുണ്ട്, നിങ്ങളുടെ ഫോർച്യൂൺസ് ചേഞ്ച് ആവാൻ പോകുന്നുണ്ട്. എസ്പെഷ്യലി കരിയറിൽ ഞാൻ പറഞ്ഞ മാതിരി കുറേ അബണ്ടൻസ് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ, ആൻഡ് റിലേഷൻഷിപ്സിലും മേ ബി ഒരു പുതിയ റിലേഷൻഷിപ്പ് വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഇപ്പോൾ ഈ വീൽ ഫോർച്യൂൺ ഇവിടെ എന്താണ്? ഹൈറോഫാൻ, ടോറസ് എനർജി. അപ്പോൾ ഇത് ഡെസ്റ്റിനിയാണ്. നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പ്, നിങ്ങളുടെ കരിയറിൽ എന്തൊക്കെയാ ചേഞ്ചസ് ഉണ്ടാവണമെന്ന് വെച്ചാൽ അതൊക്കെ ഒരു ഡെസ്റ്റിനിയാണ്. ശരിയായി സമയത്ത് എല്ലാം ശരിയായി സെറ്റാവും. ഇപ്പം നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് 2 of Wands ആണ്. 2 of Wands ഒരു ഡിസിഷൻ്റെ എനർജിയാണ്, കോൺഫ്ലിക്റ്റിംഗ് ഐഡിയാസിൻ്റെ എനർജിയാണ്, ഒരു ചോയ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ടാക്കാണ്ട് പക്ഷെ നിങ്ങൾ ഷുവർ അല്ല ഈ ചോയ്സ് ഏത് ചോയ്സാണ് എടുക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്. 2 of Wands ഇതൊരു പ്ലാനിങ് ആൻഡ് സ്ട്രാറ്റജൈസിങ്ങിൻ്റെ എനർജിയുമാണ്. അപ്പോൾ എന്താണ് ഈ 2 of Wands? ഇവിടെ ഹാങ്മാൻ. അപ്പോൾ ഇവിടെ ഒരു ഇൻഡിസിഷൻ ആണ് ഞാൻ കാണുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതാണ് ചോയ്സ് ഉണ്ടാക്കേണ്ടതെന്ന് അറിയാത്തോണ്ട് അങ്ങനത്തെ ഒരു സ്റ്റാഗ്നേഷൻ പോയിന്റിലാണ് നിങ്ങൾ എത്തിക്കണേ. ഹാങ്ഡ് മാൻ പൈസീസ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അഡ്വൈസ് ഇവിടെ യൂണിവേഴ്സ് പറയണത് ക്ലിയർ ആവുക, മനസ്സിൽ ക്ലാരിറ്റി കൊണ്ടുവരിക, ഡിസിഷൻസ് ക്ലിയർ ആയിട്ട് ഉണ്ടാക്കുക, കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആക്കുക. എന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾ മുമ്പോട്ട് പോലും. എന്തെങ്കിലും നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടാച്ചാൽ ക്ലിയർ ആയി ഡിസൈഡ് ചെയ്യുക, ഇത് ഓക്കെ ആണോ, ഓക്കെ അല്ലേ, ഓക്കെ അല്ല വെച്ചാൽ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഒന്നും ഒരു വേഗാക്കി വിടാൻ പാടില്ല. അതാണ് ഇവിടെ അഡ്വൈസ്. ഇത് കരിയറിലായാലും സെയിം ആണ് ചോയ്സ്. നിങ്ങൾ എന്താ ഡിസൈഡ് ചെയ്യണമെന്ന് വെച്ചാൽ അത് ക്ലിയർ ആയി ഡിസൈഡ് ചെയ്യുക. ആൻഡ് ആ ഡിസിഷനിൽ പിന്നെ നിങ്ങൾക്ക് മാറാൻ പാടില്ല. എന്ന് വെച്ചാൽ ഇവിടെ ആ ക്ലാരിറ്റി കാരണമാണ് നിങ്ങൾ മുമ്പോട്ട് പോണേ. ഏസസോത് ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്, ഒരു ക്ലാരിറ്റി, ഒരു ന്യൂ സ്റ്റാർട്ട്. കിങ് ഓഫ് പെന്റിക്കിൾസ്, ടോറസ് എനർജി. ഈ പേഴ്സൺ മേ ബി നിങ്ങളുടെ ഡിറക്ഷനിൽ വരുന്നുണ്ടാവും, നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടാവും. ഇത് ഒരു റൊമാൻറ്റിക് പാർട്ട്ണർ ആയിരിക്കാം, ഇല്ലാച്ചാൽ ഒരു ജോബ് ഓഫർ ആയിരിക്കാം, ഇല്ലാച്ചാൽ ഒരു ജോബ് പ്രപ്പോസൽ ആയിരിക്കാം, ബിസിനസ് പ്രപ്പോസൽ ആയിരിക്കാം. ഇത് കുറേ ഹാപ്പിനെസ്സും അബണ്ടൻസിൻ്റെ ഡിറക്ഷനിലാണ് നിങ്ങൾക്ക് കൊണ്ടുപോകുന്നത്. ഇതൊരു റിലേഷൻഷിപ്പ് ആവാം. റിലേഷൻഷിപ്പ് ആണെന്ന് വെച്ചാൽ ഇതൊരു സീരിയസ് റിലേഷൻഷിപ്പ് ആവും. അതല്ല വെച്ചാൽ ഇതൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് വെച്ചാൽ മേ ബി ഈ ജോബിൻ്റെ കാരണം നിങ്ങൾക്ക് ഒരു പുതിയ വീടും വാങ്ങിക്കാം. അങ്ങനത്തെ ഒരു സെലിബ്രേഷൻ ഉള്ള എനർജിയാണ് ഞാൻ കാണുന്നത്. 4 of Wands ഇവിടെ 4 swords ആണ് ഇവിടെ ഹിഡൻ ഫാക്ടറിൽ. ഒരു സെപ്പറേഷൻ ഉണ്ട് നിങ്ങളും ആരുടെയോ ഇടയ്ക്ക്. ഇത് ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആവാം, ലവ് റിലേഷൻഷിപ്പ് ആവാം. പക്ഷേ പേജ് ഓഫ് പെന്റിക്കിൾസ് ഇവിടെ ഒരു അപ്പോളജി ഉണ്ട്. അപ്പോൾ മേ ബി നിങ്ങളുടെ ഈ പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരാൻ നോക്കുന്നുണ്ടാവും, ഓറൽസ് ഒരു പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരാൻ നോക്കുന്നുണ്ടാവും. കിങ് ഓഫ് സ്വോർഡ്സ്, അക്വേരിയസ് എനർജി. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇതൊരു പാസ്റ്റ് പേഴ്സണും ആവാം. പക്ഷെ അത് എല്ലാവർക്കും ആവില്ല കേട്ടോ, ചിലവർക്ക് ഉണ്ടാവുമല്ലോ അത് ഈ പാസ്റ്റ് പേഴ്സൺ തിരിച്ചു പറയണത്. പക്ഷെ ഡെഫിനറ്റ്ലി ഇവിടെ എന്തോ ഒരു പുതിയ ബിഗിനിങ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇതാണ് നിങ്ങളുടെ ഔട്ട്കം. നമ്മൾക്കിപ്പോൾ നിങ്ങളുടെ ഔട്ട്കം എന്താണെന്ന് നോക്കാം. ജൂലൈ മാസത്തിൻ്റെ ഔട്ട്കം നിങ്ങൾക്കാണ് പേജ് ഓഫ് സ്വോർഡ്സ്. പേജ് ഓഫ് സ്വോർഡ്സ് ഒരു ഇൻഫർമേഷൻ്റെ എനർജിയാണ്, ഒരു ക്യൂരിയോസിറ്റിയുടെ എനർജിയാണ്, ഗോസിപ്പിൻ്റെ എനർജിയാണ്, ചില കേസസിൽ ഒരു പുതിയ കമ്മ്യൂണിക്കേഷൻ്റെ എനർജിയാണ്. ആരോ ഇവിടെ സ്പൈ ചെയ്യുന്നുണ്ട്, നിങ്ങളെ കുറിച്ച് എന്തോ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഈ പേജ് ഓഫ് സ്വോർഡ്സ് ആരാണ്? 10 of Cups. ഇത് മേ ബി ഒരു ന്യൂ പേഴ്സൺ ആണ്. ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് കുറേ ക്യൂരിയസ് ആണ്. ഓൾറെഡി നിങ്ങളെ സോഷ്യൽ മീഡിയയ്ക്ക് ചെക്ക് ചെയ്യാൻ
ട്രൈ ചെയ്യുന്നുണ്ടാവും, മേ ബി നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവും ഓൺലൈൻ, കൂടുതൽ ഇൻഫർമേഷൻ അവിടെ കിട്ടുന്നുണ്ടോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ അവിടെ ചെക്ക് ചെയ്യുന്നുണ്ടാവുക. എംപ്രസ് ഉണ്ട് ഇവിടെ, അവർ നിങ്ങളുടെ പറഞ്ഞ ഇവിടെ കുറെ അട്രാക്ഷൻ ഉണ്ട്, നിങ്ങളുടെ ഡയറക്ഷനിലാണ് അവർ വരണത്. അവർ നിങ്ങളൊരു ലോങ് ടേം പാർട്ട്ണർ ആയിട്ടാണ് കാണുന്നത്, ഒരു ഫ്യൂച്ചർ വൈഫായിട്ടാണ് കാണുന്നത്. വെരി സൂൺ അവർ ഒരു മെസ്സേജ് അയക്കാൻ പോകുന്നുണ്ട്. ഇതൊരു റൊമാൻറ്റിക് മെസ്സേജാണ്. ആൻഡ് ഈ പേഴ്സൺ ഇതുവരെ വന്നിട്ടില്ല വെച്ചാൽ ഓൺ ദ വേ ആണ്. അപ്പോൾ വെരി സൂൺ നിങ്ങൾ ഈ പേഴ്സണെ മീറ്റ് ചെയ്യും. ഇല്ല വെച്ചാൽ ഈ പേഴ്സൺ വെരി സൂൺ ഒരു മെസ്സേജ് അയക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒറക്കിൾ മെസ്സേജസ് എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് നോക്കാം. ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ, ഏരീസ് എനർജി. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സ്റ്റാഗ്നൻ്റ് ആയി ഫീൽ ചെയ്യുന്നുണ്ട് വെച്ചാൽ ആക്ഷൻ എടുക്കാൻ സമയമായിരിക്കണോ, അതാണ് ഇവിടെ യൂണിവേഴ്സ് മെസ്സേജ് തരണത്. ആൻഡ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മന്ത്ലി ജൂലൈ റീഡിംഗ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ ചെയ്യാം. പേഴ്സണൽ റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറിച്ചാണ്. അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക. ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് അയക്കുന്നുണ്ട്, ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യേണ്ട കൂടെ ഞാൻ അവിടെ എല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.